കുറച്ചും കൂടെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നില്ലേ ലാലേട്ടനായിട്ട്? കീർത്തിയൊക്കെയുള്ള അനുഭവം എന്ന് പറഞ്ഞത് കീർത്തിചക്ര ഞാൻ അതിൽ ശരിക്കും പറഞ്ഞാൽ മേജർ രവി ഡയറക്ടർ മേജർ രവി ചേട്ടൻ്റെ അനിയനുണ്ട് കണ്ണമ്പട്ടാമ്പി, പുള്ളി കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി എന്നെ വിളിച്ചിട്ട് ഇവിടെ നമ്മൾ പടം തുടങ്ങുന്നുണ്ട്, എൻ്റെ ചേട്ടൻ്റെ ഡയറക്ടർ ഫസ്റ്റ് മേജർ രവി ചേട്ടൻ്റെ ഫസ്റ്റ് പടം കാശ്മീരെ ഷൂട്ടിങ്, നല്ലൊരു വേഷമുണ്ട്, അതിൽ കുറേ തീവ്രവാദികളുണ്ടല്ലോ. ഇപ്പം ഞാൻ മുടി കൊളത്തിയ സമയമാണ്, വേഷമുണ്ട്, നീ കൂടെ വാ. ഞാൻ പറഞ്ഞു എന്താ വേഷം, ഗുണമുള്ളതാണോ? അല്ല കുറച്ച് തീവ്രവാദികളുണ്ട്, അതിൽ കൂടുതലേക്കാ. ഞാൻ പറഞ്ഞു നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മൾ ശരി ഞാൻ വരാം, ചുമ്മാ ഒന്ന് കാശ്മീർ കണ്ടിട്ട് വരാൻ വെച്ച് പോയതാണ്. പോയി അവിടെ എത്തി, ഞങ്ങൾ അങ്ങോട്ട് ഒരു 3 കമ്പാർട്ട്മെൻറ്റ് മൊത്തം നമ്മളെ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് മാത്രം AC യും ബാക്കി 2 മറ്റേ യൂണിറ്റുകാരും ബാക്കിയുള്ള ഇറക്കല്ലേ. അടിച്ചുപൊളിയായിരുന്നു. 4-5 ദിവസം യാത്ര, എല്ലാം സെറ്റപ്പായിട്ട് ഇവിടെ നിന്നെല്ലാം കയറി ചീട്ടുകളി കലാപരിപാടിയൊക്കെ ആയിട്ട് അവിടെ എത്തി. അപ്പോഴാണ് ഞാൻ അതിൽ രവിച്ചനെ കാണണം കാശ്മീരിൽ വെച്ചിട്ടാണ്. അവർ ഫ്ലൈറ്റിലാണ് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ചെന്നു, ഇപ്പോൾ രവിച്ചേട്ടൻ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു ഇപ്പം വലിയൊരു റിസോർട്ടാണ്, മീൻസ് ഒരു ഹില്ലിൽ ഫുൾ കോട്ടേജസ്. ഇപ്പം എനിക്ക് വേറെ ആൾക്കൂടെ കോട്ടേജ്, അത് 2 റൂമുണ്ട് 2 പേർക്ക്. തൊട്ടപ്പുറത്ത് ലാലേട്ടൻ്റെ കോട്ടേജ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ അടിച്ചുപൊളി, മുടിഞ്ഞ തണുപ്പായിരുന്നു. അപ്പം പിന്നെ ബിജു പനൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഷമ്മി ചേട്ടൻ ഉണ്ടായിരുന്നു, ഷമ്മി തിലകൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും. എനിക്ക് ബിജു ചേട്ടനും ഷമ്മി ചേട്ടനൊന്നും സീനായിട്ടില്ല. 1 മാസമാണ് കിടന്നത്. അല്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേറെ ബാഹ്യമായിട്ട് ബഹളങ്ങളില്ല, നിങ്ങൾ നിങ്ങളുടെ മാത്രം ഈ താരങ്ങളൊക്കെ അടുത്തറിയാൻ പറ്റുന്ന സമയം കൂടി അല്ല. ഞങ്ങൾ മാത്രമുള്ള ഞങ്ങളെ പുറത്തേക്ക് പോലും വിടത്തില്ല. ഷൂട്ടിങ്ങിന് പറഞ്ഞ വിത്ത് അല്ല ലാലേട്ടനൊക്കെ കുറച്ചും കൂടി അടുത്ത്. പിന്നെ പക്ഷെ ലാലേട്ടൻ ഷൂട്ടായിരുന്നു, അങ്ങനെ രാവിലെ എന്നിട്ട് പോകും. ഞങ്ങളവിടെ കുറച്ച് ആൾക്കാരുണ്ട് ചീട്ടുകളിയൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്നത്. ആ 30 ദിവസത്തിൽ 1 ദിവസം ഞാൻ അഭിനയിച്ചത്. ഒറ്റ ദിവസം 29 ദിവസം റൂമിൽ. പിന്നെ അവിടുത്തെ മിലിറ്ററിക്കാർ വരും, നമ്മളെല്ലാവരും അവർക്ക് നമ്മളെ അടുത്ത് കിട്ടുന്ന ചാൻസാണ്. എല്ലാം മറ്റേ അവരെ കോട്ടയൊക്കെയായിട്ട് വരും, എല്ലാ വർഷം വിളിച്ചു പോകണം നമ്പർ. മലയാളീസാണ്, അവർക്ക് നമുക്ക് അടുത്ത് കിട്ടുന്ന ചാൻസ് അല്ലേ. നാട്ടിലൊക്കെ അങ്ങനെ നമ്മളെ ആക്സസിബിലിറ്റി ഇല്ലല്ലോ. ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്നെ പുറത്ത് വിട്ടില്ലായിരുന്നു. അതേ മറ്റേ ജീവയുടെ വിഷയത്തിൽ ഞാൻ എന്നിട്ട് അത് കാശ്മീരിൽ ഷൂട്ട് ചെയ്തു. അത് ഔട്ട്ഡോറാണ്. ഇപ്പം പുറത്ത് കാണുന്ന ഞാനും ലാലേട്ടനും ജീവയും ശ്വേതാമേനോനും ഉള്ളൊരു സീനായിരുന്നു, എന്നെ കൊല്ലുന്ന സീനാണ്. അപ്പോൾ അതിന് മുമ്പ് ഫൈറ്റ് എടുക്കുന്നത് അതിപ്പം കാശ്മീരിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നമ്മുടെ ഒറ്റപ്പുറത്തെ സെറ്റിട്ട് എടുത്തത്, ഹൗസ് ബോണ്ടിന് സെറ്റിട്ട് എടുത്തത്. അപ്പോൾ അതിൽ ഫൈറ്റ് സീക്വൻസ് ഞാൻ ഒരു കുട്ടിയെ ബോംബ് കൊടുക്കുന്നു, സ്കൂൾ ബസ്സിൽ ബോംബ് വയ്ക്കുന്നു, അത് ലാലേട്ടൻ അറിയുന്നു, എന്നെ തപ്പി ഹൗസ് ബോട്ടിലേക്ക് വരുന്നു. പിന്നെ അവിടെ വന്ന് ജീവിയുണ്ട് കൂടെ, ജീവരചന പടത്തിൻ്റെ പ്രൊഡ്യൂസർ വന്നു. ഞാൻ പെട്ടു, പുള്ളി വളഞ്ഞു, എല്ലാവരും വളഞ്ഞു. ഇപ്പം ഞാൻ തോക്ക് ദൂരം കളഞ്ഞിട്ട് കീഴടങ്ങി എന്ന് പറയുന്നു. അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് കീഴടങ്ങിയ പിന്നെ കൊല്ലാൻ പാടില്ലെന്നോ. അപ്പോൾ പക്ഷേ എന്തോ ഡയലോഗ് പറഞ്ഞ് അങ്ങോട്ട് തർക്കിച്ച് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല, ഹിന്ദിയാണ്, കൊല്ലാൻ പറ്റില്ല, ഞാൻ കീഴടങ്ങിയ ആളാണ്. ചീത്ത വിളിക്കുക അവരെ, ലാലേട്ടനെയും ജീവേനെയും ചീത്ത വിളിക്കുമ്പോൾ ലാലേട്ടനെ ചൂടാവുന്നു. എനിക്കൊരു ചവിട്ട് ജീവതരുന്നുണ്ട്, നല്ല ചവിട്ടനെ കെട്ടി, നല്ല ഡുബൂന്ന് ഒച്ച കേട്ടു. അവിടെ ഇരുന്ന ഏരിയയിൽ മൊത്തം കേട്ടു. കാരണം മിലിറ്ററി ബൂട്ടാണ്, ഭയങ്കര സ്ട്രോങ്ങാണ്. ഇവിടെ ഞാൻ ടപ്പേന്ന് വീണൊക്കെ ഓർമ്മയുള്ളൂ. കുറേ സമയം എനിക്ക് ഓർമ്മയില്ല. പിന്നെ ശ്വാസം ഒന്നും പോയി, എല്ലാവരും പേടിച്ചു. നഞ്ചിത്ത് ഇടിച്ചിടിച്ച് എന്നെ എത്തിപ്പിച്ചു. എന്നിട്ട് നോക്കി ലാലേട്ടൻ ജീവയെ ചീത്ത പറയുന്നു, ചേട്ടൻ ചീത്ത പറയുന്നു, ജീവന് ഇങ്ങനെ ഇത് അഭിനയമില്ല, എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. അവന് ടൈമിങ് തെറ്റിയതാണ്. പിന്നെ ഫൈറ്റ് അപ്പോൾ എൻ്റെ മാസ്റ്റർ ചോദിച്ചു, സാർ ഡൂപ്പില്ലാതെ പണാൽ നല്ല ഇറക്കുമെന്ന് പറഞ്ഞു. നമ്മൾ പണലാമേ നമുക്ക് ഏதாவது പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ റെഡി. ലാലേട്ടനെ നോക്കി എന്നെ അടി എന്ന് പറഞ്ഞാൽ അടിയോ അടി, ജീവനോടെ ഫൈറ്റ്. ജീവയുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് കൊല്ലണ്ട, ജീവ ബാക്കി വെച്ചിരിക്കുന്ന പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിയാൽ പോവാ. ഞാനിവനോട് അടിക്കും. എനിക്കും കിട്ടി. ആ ഷൂട്ട് കഴിഞ്ഞ് ഒരാഴ്ച ആശുപത്രിയിലായിരുന്നു. ജീവ പണി തന്നു. ജീവ മാത്രമല്ല, അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ജീവ പണിയെന്ന ജീവ ഈ ബൂട്ടിൻ്റെ ചവിട്ട് പണിയുന്നു. മറ്റത് ഞാൻ മാക്സിമം അങ്ങ് നിന്ന് കൊടുത്തതാണ്. അത്ര നമുക്ക് ആവശ്യം കയറും ആ സമയത്ത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഉഗ്രം പണി കിട്ടിയത്. എന്നിട്ട് ആ പടം അങ്ങനെ പോയി. ബാബ കല്യാണി ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ പടമുള്ളൂ, എന്നെ ഇതൊക്കെ ഇറങ്ങി തിരിച്ച് ഫ്രണ്ട്സായിട്ട് ചീട്ടുകളി അവിടെയൊക്കെ ഇറങ്ങിയിരിക്കും, ഇടയിലൊക്കെ കമ്പനി കൂടിയിട്ട്. ഒരു ദിവസം എനിക്ക് കോള്, അറിയാത്ത നമ്പർ. ഞാൻ എടുത്തു. മന എവിടെയാ? മോഹൻലാൽ. ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്തുണ്ട്. ഞാൻ ചാരാ? ലാലടാ. ഞാൻ പറയാം അത് ലാല്. പുള്ളി മനസ്സിലായി, ഞാൻ വിശ്വാസം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുമോ പുള്ളിയൊക്കെ നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞാൽ. എവിടെയാന്ന് പറ. ഞാൻ പറഞ്ഞു നിങ്ങളാരാന്ന് പറ.
ഞാൻ പറയല്ലേ ലാല മോഹൻലാൽ. അപ്പം ഞാൻ വെച്ചത് ഫ്രണ്ട്സ് തന്നെ കളിയാക്കാൻ പണി തരുന്നതെന്ന് വിചാരിച്ചു. ഞാൻ പറ, പുള്ളിക്ക് മനസ്സിലായി, എനിക്ക് വിശ്വാസമായില്ലെന്ന്. അങ്ങനെ നമ്മൾ പടം തുടങ്ങണ്ടേ, ആൻ്റണിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ചെറിയ കത്ത് എത്തി ചെയ്യുന്നത്, അതിൽ നീ ഉണ്ടാവണം, നിനക്ക് പറ്റിയ ക്യാരക്ടറുണ്ട്. ഞാൻ പറഞ്ഞു ലാലേട്ടാ. അദ്ദേഹം ഡയറക്റ്റ് വിളിക്കുക. പുള്ളി ആദ്യമായിട്ട് അവസാനമായിട്ട് സിദ്ധു പനക്കിൽ നിന്നെ വിളിക്കും, കൺട്രോളർ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പടം ചെയ്ത കൺട്രോളും കൂടെ സിദ്ധു പനക്കിലായിട്ട്. ഇപ്പോഴത്തെ പടത്തിൽ ലാലേട്ട പടം ചെയ്തുകൊണ്ടിരിക്കുന്നതും പുള്ളിയാണ്. അപ്പം സിദ്ധു വിളിക്കും. അപ്പം എനിക്ക് വിശ്വാസമായി ഭയങ്കരമായിട്ട്. സിദ്ധുവായിട്ട് എനിക്കറിയാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ബാബക്കരനെ പടം ചെയ്യുന്നത്. എപ്പോഴും ലോങ് ഹെയർ ആയിരുന്നു. അതിൽ ക്ലൈമാക്സിൽ എന്നാൽ ലാലേട്ടൻ കൊല്ലുന്ന സീനുണ്ട്. ലാലേട്ടൻ ഞങ്ങൾ ഫൈറ്റിലിടയ്ക്ക് എന്നിങ്ങനെ ചവിട്ടിക്കുമ്പോൾ ഞാനിങ്ങനെ തെറിച്ച് പോകണം എയറിൽ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് ആ സീന്. ഞങ്ങൾ ഇരിക്കുക, ഷാജി ചേട്ടനും ഷാജി കൈലാസ് സാറും ഞാൻ ലാലേട്ടനും ഞങ്ങൾ ഇരിക്കുമ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ പണ്ണുമാ ഇപ്പടി. ഞാൻ പറഞ്ഞു ഞാൻ പണില്ല. അപ്പം ലാലേട്ടൻ പറഞ്ഞു മാന വേണ്ട, ഡൂപ്പുണ്ടല്ലോ, ഡൂപ്പ് ചെയ്യട്ടെ. അപ്പം ലാലേട്ടൻ ഇപ്പോഴൊക്കെയല്ലേ പറ്റുള്ളൂ, എന്നാൽ നീ പോയി ചെയ്യും. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നോർമലി നമ്മൾ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റുള്ള ഒരു ഡൂപ്പിനെ വെച്ച് അതിന് ചെക്ക് ചെയ്യണം. കാരണം റോപ്പ് അന്ന് ഇപ്പോഴത്തെ റോപ്പല്ല, അന്നത്തെ റോപ്പ്. അത് ഇപ്പം 16-17 വർഷം പോയി ബാബാ കല്യാണി. അത് ഇവർ എന്നെ കയറ്റി ലാലേട്ടൻ ചവിട്ടുന്നു, ഇവർ വലിക്കുന്നു, ഞാൻ തെറിച്ച് പോകണു, റോപ്പ് പൊട്ടി. ആ ഏരിയ സെറ്റ് മൊത്തം പൊളിഞ്ഞ് അപ്പുറത്തെ പറമ്പിൽ പോയി. ഓ, അത്രയും വീഴ്ച വീണു. ഉഗ്രാൻ വീഴ്ച. ലാലേട്ടൻ പറഞ്ഞ വാക്ക് കേൾക്കാത്തോണ്ടാ അല്ലേ? അദ്ദേഹം ചെയ്യുന്ന പറഞ്ഞത് ഇത്രയും സീരിയസ് ആണെന്ന് പുള്ളി മനസ്സിലായി. അത് പുള്ളിക്ക് പണിയവർ കിട്ടിയിട്ടുള്ളതാ, അതുകൊണ്ടായിരിക്കാം പുള്ളി പറഞ്ഞത്. ഞാൻ അന്നും കിടന്നു പോയി 10-15 ദിവസം ഹോസ്പിറ്റലിൽ. അത് അന്ന് ഷൂട്ടൊക്കെ ചെയ്തു കൊടുത്തു. കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ലാലേട്ടൻ മാസ്റ്റർ പൂരത്തറി ചെപ്പണ്ണി വെയിറ്റ് സാർ വന്നതിൽ അയാൾക്ക് മനസ്സിലായി ചെക്ക് ചെയ്തില്ല. പക്ഷെ ആയിസേട്ടനും ലാലേട്ടൻ കൂടെ പൂരത്തറി ബൈപാസിലായി കണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. 2 പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ പല പടത്തിനും കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ പണികൾ. ഞാൻ അപ്പോഴത്തെ ആവശ്യത്തിൽ ഡൂപ്പ് വേണ്ടെന്ന് പറയും. ഡൂപ്പ് ഉണ്ടാവും. പിന്നെ യുവമാർക്കൊരു കുഴപ്പമുണ്ട് ഡൂപ്പുകൾക്ക്. അത് ഞാൻ പിന്നെ അറിഞ്ഞത്, ഈ നമുക്ക് ഡൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടും. ഇവനാണ് നീ വലിക്കുന്നത്, അവൻ്റെ പൈസ പോണത് നമുക്കറിയില്ല. അത് പറഞ്ഞാൽ ആ പൈസ നമ്മൾ കൊടുക്കൂലേ, ഇവന്മാർ പണിയായിരുന്നു അടക്കി. അങ്ങനെ പണി തരുന്നവരുണ്ടല്ലേ ചിലവരാട്ടോ, എല്ലാവരും ഇല്ല. ഇത് പണി കിട്ടിയതായിരിക്കും മേ ബി. നമ്മളിപ്പോൾ ആർട്ടിസ്റ്റിന് ഡൂപ്പിടാൻ പൈസ കൂടുതലിട്ടേ. അങ്ങനെ ഒരുപാട് പണി കിട്ടി നടന്നാണ് അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടുന്ന പാർട്ട് ഓഫ് ദ ഗെയിം.